നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. 53-ാം ദേശീയ ദിനം ആഘോഷിക്കാനൊരുങ്ങി ബഹ്റൈൻ. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ നിസ അൽ ഖലീഫയുടെ സ്ഥാനാരോഹണ വാർഷികത്തോടനുബന്ധിച്ചും ബഹ്റൈൻ ദേശീയ ദിന അവധികൾ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായും രാജ്യത്ത് വൈവിധ്യമാർന്ന ആഘോഷങ്ങളും പരിപാടികളുമാണ് അരങ്ങേറുക. രാജ്യമെങ്ങും ബഹ്റൈൻ പതാക വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളാൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ബഹ്റൈൻ ഭരണാധികാരികൾക്ക് ആശംസകൾ നേർന്നു ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും രാജ്യമെങ്ങും നിറഞ്ഞുകഴിഞ്ഞു. ഹമദ് രാജാവിന്റെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും ചിത്രങ്ങൾ പ്രധാന കെട്ടിടങ്ങൾ, ടവറുകൾ, സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം സ്ഥാപിച്ചിരിക്കുന്നു. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സെലിബ്രേറ്റ് ബഹ്റൈൻ, മുഹറക് നൈറ്റ്സ് എന്നിവയും പുരോഗമിക്കുന്നു. മുഹറക് നൈറ്റ്സ് പരിപാടിയിലേക്ക് സ്വദേശികളുടെയും വിദേശികളുടെയും ഒഴുക്കും ദൃശ്യമാണ്. ബഹ്റൈന്റെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന സാംസ്കാരിക പരിപാടികളിലാണ് രാജ്യത്തെങ്ങും നടക്കുന്നത്. ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചറൽ ആൻഡ് ആന്റിക്വിറ്റീസിന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേക സാംസ്കാരിക പരിപാടികൾ, സംഗീത പരിപാടികൾ, കരകൌശല ശില്പശാലകൾ, കുട്ടികളുടെ പരിപാടികൾ എന്നിവയടക്കം വിവിധ പരിപാടികളാണ് രാജ്യമെമ്പാടും നടക്കുന്നത്. സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ ജനങ്ങൾ ബഹ്റൈൻ പതാക കൈകളിലേന്തിയും വിവിധ പരിപാടികൾ നടത്തിയും വീടുകൾ അലങ്കരിച്ചും ദേശീയ ദിനം ആഘോഷിക്കും. വിവിധ സാംസ്കാരിക പരിപാടികൾ, എക്സിബിഷനുകൾ, ഷോകൾ, കരിമരുന്ന് പ്രയോഗങ്ങൾ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടാനായും ഒരുക്കിയിരിക്കുന്നു. ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട്, ബഹ്റൈൻ ബേ, ബഹ്റൈൻ ഫോർട്ട്, വാട്ടർ ഗാർഡൻ സിറ്റി, അവന്യൂസ് ഗാർഡൻ എന്നിവിടങ്ങളിൽ കരിമരുന്ന് പ്രയോഗങ്ങളും നിരവധി ആഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. 53-ാമത് ബഹ്റൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈൻ കേരളീയ സമാജം ചിത്രകലാ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന വാർഷിക ചിത്രരചനാ മത്സരമായ ഫാൻ ഫാന്റാസിയ 2024 ഡിസംബർ 16 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ബഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കും. ബഹ്റൈൻ ദേശീയ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനൊപ്പം എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള എല്ലാ പ്രായത്തിലുള്ള കലാകാരന്മാർക്കും അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് സമാജം ചിത്രകലാ ക്ലബ്ബ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, എന്റർടൈൻമെന്റ് സെക്രട്ടറി റിയാസ് ഇബ്രാഹിം എന്നിവർ അറിയിച്ചു. ഗ്രൂപ്പ് 1-ൽ 5 മുതൽ 8 വരെ വയസ്സുള്ളവർക്കും, ഗ്രൂപ്പ് 2-ൽ 8 മുതൽ 11 വരെ പ്രായമുള്ളവർക്കും, ഗ്രൂപ്പ് 3-ൽ 11 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ളവർക്കും, ഗ്രൂപ്പ് 4-ൽ 14 മുതൽ 18 വയസ്സുവരെയും ഉള്ളവർക്ക് പങ്കെടുക്കാം. കൂടാതെ 18-നും അതിനു മുകളിൽ പ്രായമുള്ളവർക്കുമായി ഗ്രൂപ്പ് 5 വിഭാഗത്തിലും മത്സരങ്ങളുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ഓൺലൈനായി ഡിസംബർ 14 വരെ രജിസ്റ്റർ ചെയ്യാം. മത്സരങ്ങളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ജയരാജ് ശിവയെ 39261081 അല്ലെങ്കിൽ രേണു ഉണ്ണികൃഷ്ണനെ 38360489 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ബിനു വേലിയിലാണ് പരിപാടിയുടെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ സ്കൂളിന്റെ സ്റ്റാർ വിഷൻ ഇവന്റ്സ് അവതരിപ്പിക്കുന്ന വാർഷിക സാംസ്കാരിക മേളയുടെ ടിക്കറ്റ് പ്രകാശനം ഡിസംബർ 12 വ്യാഴാഴ്ച ഇന്ത്യൻ സ്കൂൾ യുവജനോത്സവ അവാർഡ് ദാന ചടങ്ങിൽ നടന്നു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസിൽ നിന്നും കമ്മ്യൂണിറ്റി ലീഡറും പ്രമുഖ വ്യവസായിയുമായ മുഹമ്മദ് ഹുസൈൻ മാലിം ടിക്കറ്റ് ഏറ്റുവാങ്ങി. സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ഫെയർ ജനറൽ കൺവീനർ വിപിൻ PM, സ്റ്റാർ വിഷൻ ഇവന്റ്സ് ചെയർമാനും CEOയുമായ സേതുരാജ് കടക്കൽ, സ്കൂൾ വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേലിയ സേവ്യർ, അക്കാദമിക ചുമതലയുള്ള മറ്റ് അധ്യാപകർ, കമ്മ്യൂണിറ്റി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡിസംബർ 19, 20 തീയതികളിൽ ഇസാ ടൌണിലെ സ്കൂൾ പരിസരത്താണ് മേള നടക്കുക. മേളയുടെ ആദ്യ ദിവസം നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ നയിക്കുന്ന ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സംഗീത പരിപാടികൾ അരങ്ങേറും. രണ്ടാം ദിവസം സംഗീതജ്ഞയും ഗായികയുമായ ട്വിങ്കിൾ ദിബൻകറിന്റെ നേതൃത്വത്തിലുള്ള ഉത്തരേന്ത്യൻ സംഗീത വിരുന്നാണ് അരങ്ങേറുക. പരിപാടിയുടെ സജീവമായ അന്തരീക്ഷം ആസ്വദിക്കുന്നതിനൊപ്പം വൈവിധ്യമാർന്ന ഗെയിം സ്റ്റാളുകളും മേളയിലുണ്ടായിരിക്കും. 2 ദിനാർ പ്രവേശന ഫീസുള്ള വാർഷിക മേളയിൽ കുടുംബങ്ങൾക്ക് ഒരുമിച്ച് ആസ്വദിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാംസ്കാരിക പരിപാടികളും ഉൾപ്പെടുത്തും. കലാപ്രദർശനങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രദർശനങ്ങളും മേളയിലുണ്ടായിരിക്കും. ഈ മഹത്തായ ലക്ഷ്യത്തിനായി ഏവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് പറഞ്ഞു. ഈ വർഷത്തെ സ്കൂൾ വാർഷിക സാംസ്കാരിക മേള സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയും സഹകരണത്തോടെയും വലിയ വിജയമാകുമെന്നുറപ്പുണ്ടെന്നും അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് കൂട്ടിച്ചേർത്തു. ജോലി നഷ്ടപ്പെട്ട് വിസ പുതുക്കാൻ കഴിയാതെ നിയമക്കുരുക്കിലകപ്പെട്ട കൊല്ലം സ്വദേശിനിക്ക് നാടയണയാൻ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ കൈത്താങ്ങ്. നിയമക്കുരുക്കിലകപ്പെട്ട് ബുദ്ധിമുട്ടിയ കൊല്ലം കൊട്ടാരക്കര സ്വദേശി ചിത്രയ്ക്ക് KPA ചാരിറ്റി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ സഹായത്തോടെ
താമസ സ്ഥലത്ത് ഫുഡ് കിറ്റ് എത്തിച്ചു നൽകുകയും തുടർന്ന് നിയമസഹായവും വിസ പ്രശ്നങ്ങളും തീർത്ത് നാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാനയാത്രാ ടിക്കറ്റ് കൈമാറുകയും ചെയ്തു. KPA ട്രഷറർ മനോജ് ജമാൽ, ചാരിറ്റി വിംഗ് കൺവീനർമാരായ സജീവ് ആയൂർ, നിഹാസ് പള്ളിക്കൽ, നവാസ് കുണ്ടറ, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ ബിജു ആർ പിള്ള, ഷമീർ സലീം, റെജിമോൻ, ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗം സന്തോഷ്, സാമൂഹ്യ പ്രവർത്തകൻ സലാം മമ്പാട്ടുമൂല എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. പ്രവാസ മേഖലയിലെ വനിതകളെ ഒരുമിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടത്തിൽ സഹായം എത്തിക്കുന്നതിനും ലക്ഷ്യമാക്കി പ്രവാസി ലീഗൽ സെൽ വനിതാ വിഭാഗം ഇന്റർനാഷണൽ കോർഡിനേറ്ററായി കുവൈറ്റിൽ നിന്നും ഷൈനി ഫ്രാങ്ക് നിയമിതയായി. പ്രവാസ മേഖലയിൽ മനുഷ്യക്കടത്തിനും മറ്റും ഇരയാകുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ലീഗൽ സെല്ലിന്റെ തീരുമാനം. പ്രവാസ മേഖലയിൽ മനുഷ്യക്കടത്തിനും മറ്റു ചൂഷണങ്ങൾക്കും വിധേയരാകുന്നവർക്ക് സഹായം എത്തിക്കുന്നതിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാമൂഹ്യ പ്രവർത്തകരെ ഒരുമിപ്പിച്ചു കൊണ്ടുവരുവാൻ പ്രവർത്തിക്കുമെന്ന് പ്രവാസി ലീഗൽ സെൽ വനിതാ വിഭാഗം ഇന്റർനാഷണൽ കോർഡിനേറ്ററായി നിയമിതയായ ഷൈനി ഫ്രാങ്ക് പറഞ്ഞു. സുരക്ഷിത കുടിയേറ്റത്തെക്കുറിച്ചും മറ്റും കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഷൈനി ഫ്രാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവാസി ലീഗൽ സെല്ലിന് ഈ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം, സുധീർ തിരുനിലത്ത് എന്നിവർ പറഞ്ഞു. ജനുവരിയിൽ അധികാരമേറ്റാലുടൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് അമേരിക്ക സാക്ഷ്യം വഹിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ഈ തീരുമാനം 18,000 ഇന്ത്യക്കാരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. ജനുവരി 20-നായിരിക്കും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുക. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇമിഗ്രേഷൻ നയങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇതിനകം ശക്തമാക്കി. 1.45 ദശലക്ഷം ആളുകളുടെ പേര് ചേർത്തുള്ള പട്ടികയാണ് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പട്ടിക പ്രകാരം 18,000 ഇന്ത്യക്കാരാണ് രേഖകളില്ലാതെ US-ൽ കഴിയുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 7,25,000 ആളുകൾ US-ൽ നിയമവിരുദ്ധമായി താമസിക്കുന്നതായാണ് റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ നവംബറിൽ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം 17,940 ഇന്ത്യക്കാരാണ് നാടുകടത്തലിന് കാത്തിരിക്കുന്നത്. കൂടുതലും പഞ്ചാബ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് സൂചന. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. കാണാമിനി ഇന്ത്യയിൽ നിന്നുമുള്ള വാർത്തകൾ. പുഷ്പ 2 റിലീസ് ദിനത്തിൽ തിയേറ്ററിലുണ്ടായ തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കേസിൽ ജയിൽ മോചിതനായതിനു പിന്നാലെ കോടതിയെ സമീപിക്കാൻ തെന്നിന്ത്യൻ താരം അല്ലു അർജുൻ. മോചനം വൈകിയത് ചോദ്യം ചെയ്ത് തെലങ്കാന ഹൈക്കോടതിയിൽ അല്ലു അർജുന്റെ അഭിഭാഷകൻ ഹർജി സമർപ്പിക്കും. ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടും ചഞ്ചൽഗുഡ ജയിൽ അധികൃതർ അന്യായമായി തടവിൽ വെച്ചു എന്ന് അല്ലു ചൂണ്ടിക്കാട്ടും. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 വന്ന തെലങ്കാന ഹൈക്കോടതി ഉത്തരവ് ജയിൽ സൂപ്രണ്ട് നടപ്പിലാക്കാൻ വൈകിയതിനാൽ ഒരു രാത്രി മുഴുവൻ തടവിൽ
കഴിയേണ്ടി വന്നുവെന്നും അല്ലു അർജുൻ വാദിക്കും. കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനും നടൻ തീരുമാനിച്ചു. നമ്പള്ളി 9ാം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ അല്ലു അർജുൻ തിങ്കളാഴ്ച ജാമ്യാപേക്ഷ സമർപ്പിക്കും. അതേസമയം അല്ലു അർജുന്റെ ഇടക്കാല ജാമ്യം ചോദ്യം ചെയ്യാനാണ് ഹൈദരാബാദ് പോലീസിന്റെ തീരുമാനം. 2019 പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള ദുരന്തമുഖത്തെ എയർലിഫ്റ്റിംഗ് രക്ഷാദൌത്യത്തിന് ചെലവായ തുക ഒഴിവാക്കിത്തരണമെന്ന് കേരളം കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടും. തുക അടിയന്തരമായി തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ച് കേന്ദ്രം കത്ത് നൽകിയ നടപടി കേരളത്തോടുള്ള കടുത്ത വിവേചനമാണെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. കേന്ദ്ര നടപടിയെ രാഷ്ട്രീയമായി നേരിടാനാണ് സർക്കാർ തീരുമാനം. അതേസമയം കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ തുക അടയ്ക്കാതെ വേറെ വഴിയില്ല. SDRFൽ നിന്ന് പണമടച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. കേന്ദ്രത്തിന്റേത് മര്യാദകേടാണെന്നും തുക ഒഴിവാക്കി നൽകാൻ ആവശ്യപ്പെടുമെന്നും കേരള റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.